നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു. ഇന്നും നാളെയും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് വിവരം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകും. അന്വേഷണവുമായി യാതൊരുവിധ സഹകരണവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഫ്ളാറ്റിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. ഈ കാലയളവിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ അത് വളരെ നിർണായകമായിരുന്നു. ഈ ഫോണ് കസ്റ്റഡിയിൽ സമർപ്പിക്കണം, ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ യുവതി ആരോപിച്ച ഒരു പരാതി നഗ്ന ഫോട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു, ഇത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു പരാതി പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നഗ്ന ചിത്രങ്ങളുണ്ടോ, ഈ ഫോണിലുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ കാലയളവിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. പക്ഷെ അത് കൈമാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ഫോണുകൾ വിറ്റുവെന്നും നഷ്ടമായെന്നുമുള്ള മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ചില ചോദ്യങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘം വലിയ രീതിയിൽ നെട്ടോട്ടം ഓടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം യാതൊരു സഹകരണവും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല, വ്യക്തമായ മറുപടികൾ നൽകുന്നില്ല. ചോദ്യാവലി തയ്യാറാക്കി വെച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ വ്യക്തമായ ഉത്തരം ഒരു ചോദ്യങ്ങൾക്ക് കിട്ടുന്നില്ല. ഹൈക്കോടതിയിൽ രാഹുലിന് കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യുന്നവരെ വരാൻ തയ്യാറായത്. കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. ചോദ്യം ചെയ്യലുണ്ടായി. അതായത് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്വകാര്യ കാറിൽ MLA കാർ ഉപേക്ഷിച്ച് സ്വകാര്യ കാറിലായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിനായി എത്തിയത്. ശേഷം വൈദ്യ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിധേയനാക്കി. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ. എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം ചോദിച്ചത് എന്നത് നിർണായകമാണ്. എങ്കിലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഒടുവിൽ 4 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചത്. ഇന്നും നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അത്തരത്തിലാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയും ഒക്കെ ചോദ്യം ചെയ്യൽ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല എന്നടക്കമുള്ള ഒരു ആരോപണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം. പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് അവ വിറ്റുപോയി, ചിലത് നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള മറുപടിയാണ്. പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെയധികം നിർണായകമായി മാറുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നും അവിടെ തന്നെ ആയിരിക്കാം ചോദ്യം ചെയ്യൽ എന്നാണ് നിഗമനം. വൈകുന്നേരം 4 മണിവരെയാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. വളരെ രഹസ്യമായിട്ടാണ് എത്തിയത്. പിന്നാലെ ഈ ഒരു വിവരം പുറത്തു വന്നു തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയുണ്ടായി. യുവതിയെ പീഡിപ്പിച്ച് ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത ഇന്നോ നാളെയോ ഉണ്ടാകാനാണ് അതിന് സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നതടക്കമുള്ള നിർദ്ദേശം കോടതി നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അതിജീവിതയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് 10 മണിയോടെയാണ് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയത്. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 1.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ പിന്നീട് 4 മണി വരെ നീണ്ടു. രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ രാഹുലിന്റെ മെഡിക്കൽ പരിശോധന അടക്കമുള്ളവ നടത്തും. രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പക്ഷേ ഫോൺ വിറ്റുപോയി, ഫോൺ തന്റെ പക്കലില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി വളരെയധികം അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൻ പ്രകാരമുള്ള വരവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും യുവതി സ്വമേധയാ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തിയാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. നിരവധി ഉപാധികൾ മുന്നോട്ട് വെച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം.
ആ ഉപാധികളിൽ ഒന്നാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കണമെന്നത്. പക്ഷേ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള സഹകരണവും രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെയും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മങ്കുടത്തിൽ അറസ്റ്റിലായിരുന്നു. അപ്പോഴും അന്വേഷണ സംഘത്തോട് യാതൊരു രീതിയിലും രാഹുൽ മങ്കുടത്തിൽ സഹകരിക്കുന്നില്ല എന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. മാത്രമല്ല ഈ സംഭവത്തിലെ ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയാണ് ഫോണ്, രാഹുൽ മങ്കുടത്തിൽ ഉപയോഗിക്കുന്ന ഫോൺ. പക്ഷേ ഈ ഫോണിൽ തനിക്ക് അനുകൂലമായ ചില തെളിവുകളുണ്ട്, അവ പോലീസ് നശിപ്പിക്കും എന്ന് ആരോപിച്ച് തൻ്റെ ഫോൺ നൽകാനോ ഫോണിൻ്റെ പാസ്വേഡ് നൽകാനോ രാഹുൽ മങ്കുടത്തിൽ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും രാഹുൽ മങ്കുടത്തിൽ ഇന്നും ചോദ്യം ചെയ്യലിനായി ഹാജരാകും. അന്വേഷണ സംഘം നിർണായകമായ ചോദ്യങ്ങളുമായിട്ടാണ് രാഹുലിനെ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള വ്യക്തമായ ഉത്തരം കിട്ടിയാൽ മാത്രമേ ഒരു കാര്യങ്ങളുടെ വ്യക്തതയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും വ്യക്തമായ ഉത്തരം രാഹുൽ മങ്കുടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മണിക്കൂറുകൾ നിന്ന ചോദ്യം ചെയ്യൽ, ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷണ സംഘം രാഹുലിനോട് ചോദിക്കുന്നു, പക്ഷെ വ്യക്തമായ മറുപടിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോണിൻ്റെ കാര്യത്തിലും ഒരു ഉരുണ്ടുകളിയാണ് രാഹുൽ മങ്കുടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ബന്ധം തകരുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയർത്തുന്നത് ശരിയല്ല എന്ന കോടതിയുടെ നിരീക്ഷണമൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും രാഹുൽ മങ്കുടത്തിൽ നിസ്സഹകരണം എന്തിനാണ്, ഇത്തരത്തിൽ എന്തുകൊണ്ട് നിസ്സഹകരിക്കുന്നു പോലീസിനോട്, അന്വേഷണ സംഘത്തോട് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ രാഹുൽ പറയുന്നത് താൻ ഈ നാടിൻ്റെ നിയമം അതിന് അപ്പുറത്തേക്കോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നാടിന് ഒരു നിയമമുണ്ട്, നിയമവശങ്ങളുണ്ട്, അതിനെ ലംഘിക്കുന്ന തരത്തിലുള്ള യാതൊരു തെറ്റും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന വാദം രാഹുൽ മങ്കുടത്തിൽ ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിസ്സഹകരണം തുടരുന്നു എന്നതും വലിയൊരു ചോദ്യമായി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.